Hello. Hello everybody. I take the opportunity to welcome everybody for the Onam. പതിവ് പോലെ എല്ലാ വർഷവും ഓണം നമ്മുടെ മുമ്പിലേക്ക് ഓടിയണയുകയാണ്. അത് നമ്മൾ ആർഭാടമോടെ കൊണ്ടാടുക പതിവാണ്. ഈ വർഷം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടാടും. നമ്മൾ മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഈ ഭൂമുഖത്തെ സൈഡിലുണ്ടെങ്കിലോ ആ സുദിനം വളരെ ഭംഗിയായി മനോഹരമായി സുന്ദരമായി കൊണ്ടാടുന്ന ഒരു പതിവ് നമ്മുടെ ജീവിത രക്തത്തിൽ തന്നെയുണ്ട്. പിന്നെ മഹാബലിയെക്കുറിച്ച് പ്രത്യേകമൊന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. അതിവിടെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഈ മഹാബലി എന്ന് പറയുന്ന വ്യക്തി ഒരു അശ്വതി ചക്രവർത്തിയായിരുന്നു. പാലാഴിമതനം നടക്കുന്ന സമയത്ത്, പാലാഴി കടന്ന് അമർത്തെടുക്കാൻ പോകുന്ന സമയത്ത് അമർത്ത് പൊങ്ങി വന്നപ്പോൾ ദേവാസുരന്മാരും തമ്മിലൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് മഹാബലി വഹിച്ച അസുരന്മാരുടെ കൂടെ. ആ യുദ്ധത്തിൽ എങ്ങനെ വെട്ടുകൊണ്ട് വീണ് മരിക്കുകയാണ് ചെയ്തത്. രണ്ടാമത് അവരുടെ ഗുരു അദ്ദേഹത്തെ പുനർജന്മം നൽകി. അങ്ങനെയാണ് മഹാബലി വീണ്ടും ജന്മമെടുത്തതെന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്തു തന്നെയാലും വേണ്ടില്ല, വളരെ സുന്ദരമായി വളരെ ഭംഗിയായി ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു രാജ്യം ഭരിച്ച ഒരു ചക്രവർത്തി, എല്ലാവരെയും ഒന്നിച്ച് ഒരുപോലെ കണ്ട ഒരു ചക്രവർത്തി, എല്ലാവരും ഒരുപോലെ ജീവിക്കണമെന്ന് ആശിച്ച ഒരു വ്യക്തി. അതിൽ കൂടെ നമ്മൾക്ക് എന്നാ വ്യാഖ്യാനിക്കേണ്ട മഹാബലിയെക്കുറിച്ച്. അത് നമ്മൾ ഇന്നും കൊണ്ടാടുന്നു. ഇന്നും നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാവരും തന്നെ ആ ഒരു ഏകോദര ബുദ്ധിയോടുകൂടി, ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഇന്നിവിടെ സംഘടിച്ചിരിക്കുകയാണ്. ഈ സുദിനത്തിൽ, ഈ ഓണദിനത്തിൽ ഞാൻ എൻ്റെ പേരിലും പ്രത്യേക ഇന്ത്യ അസോസിയേഷൻ്റെ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.